ചെയ്ത ജോലിക്ക് കൂലി ലഭിക്കുക എന്ന് പറയുന്നത് അവകാശമാണ്. ആ കൂലി ഏറ്റവും ന്യായമായതും കൃത്യമായതുമാകണം. അവധി ലഭിക്കുക എന്ന് പറയുന്നത്, പ്രസവകാല ആനുകൂല്യം ലഭിക്കുക എന്ന് പറയുന്നത്, ഇടവേളകൾ ലഭിക്കേണ്ടത്, തൊഴിലിടങ്ങളിൽ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കേണ്ടതൊക്കെയും തൊഴിലാളികളുടെ അവകാശമാണ്. ആ അവകാശങ്ങൾ പൊരുതി നേടിയതാണ് എന്നതാണ് ഓരോ തൊഴിലാളി ദിനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മെയ്ഡേയുടെ തുടക്കം 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൽ ചിക്കാഗോയിൽ നടന്ന വിഖ്യാതമായ തൊഴിലാളി മുന്നേറ്റങ്ങളിൽ നിന്നാണ്, പ്രക്ഷോഭങ്ങളിൽ നിന്നാണ്, ഹൈമാർക്കറ്റ് കൂട്ടക്കൊലയിൽ നിന്നാണ്. 1886-ൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താനും 15 മണിക്കൂറിൽ നിന്ന് തൊഴിൽ 8 മണിക്കൂർ നിജപ്പെടുത്താനും വേണ്ടി ആയിരക്കണക്കിന് ബ്ലൂ കോളർ തൊഴിലാളികൾ വിഖ്യാതമായ സമരങ്ങൾ നടത്തുകയുണ്ടായി. രാജ്യവ്യാപകമായി സമരം കത്തിപ്പടർന്നു. 1886 മെയ് 4-ന് ഹൈമാർക്കറ്റ് ചത്തുരത്തിലെ വൻ സമരാവലിക്കിടയിലേക്ക് ഒരു ബോംബ് വീഴുകയുണ്ടായി. തുടർന്ന് പോലീസും പ്രക്ഷോഭകരും തമ്മിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അതിനെ തുടർന്ന് 11 പേരാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത്. മെയ് 1 മെയ് ദിനമായി തീർന്നതിന്റെ വേരുകൾ കിടക്കുന്നത് അവിടെയാണ്. 1889-ൽ നടന്ന 2-ാം ഇന്റർനാഷണലിൽ മെയ് 1 അന്തർദേശീയ തൊഴിലാളി ദിനമായിരിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. 1894 ജൂൺ 28-ന് അമേരിക്കൻ പ്രസിഡന്റ് ഗ്രോവർ സെപ്റ്റംബറിലെ ആദ്യ തിങ്കൾ തൊഴിലാളി ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിയമം കൊണ്ടുവരികയും ദേശീയ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1917-ൽ റഷ്യയിലെ ബോൾഷെവിക് ഭരണകൂടം മെയ് ഡേ ദേശീയ അവധി ദിനമായി പ്രഖ്യാപിച്ചു. 1923-ൽ ഇന്ത്യയിലെ മദ്രാസിൽ ആദ്യമായി തൊഴിലാളി ദിനത്തിനായി പ്രമേയങ്ങൾ പാസാക്കപ്പെടുകയും തൊഴിലാളി ദിനം ആഘോഷിക്കപ്പെടുകയും ചെയ്തു. ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാന്റെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടികൾ വരെ സംഘടിപ്പിക്കപ്പെട്ടു. 1927-ൽ അതീവ സംഘടിതമായി ബോംബെയിലും തൊഴിലാളി ദിനം ആഘോഷിക്കപ്പെട്ടു. 1886 മെയ് 1-ന് വിതരണം ചെയ്യപ്പെട്ട റാഡിക്കൽ പാംലെറ്റുകളിൽ വിഖ്യാതമായി ഇങ്ങനെ എഴുതപ്പെട്ടു: എറോസിയേറ്റ് ടോയിലേഴ്സ് ഓഫ് അമേരിക്ക, ലേ ഡൗൺ യുവർ ടൂൾസ്, വൺ ഡേ ഓഫ് റിവോൾട്ട്, നോട്ട് ഓഫ് റെസ്റ്റ്, എ ഡേ നോട്ട് ഓർഡൈൻഡ് ബൈ ദ ബ്രാഗിംഗ് സ്പോക്സ്മാൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ holding the world of labor in bondage, a day on which to enjoy 8 hours of work, 8 hours of rest, 8 hours for what we will. എല്ലാം അവിടെ നിന്നാണ് തുടങ്ങിയത്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി ലോകം കണ്ട സമര പ്രക്ഷോഭ പരിപാടികൾ ചിക്കാഗോകൾക്കപ്പുറം പിന്നെയും നടന്നു. ലോകത്തിന്റെ മുക്കിലും മൂലയിലും മുതൽ ചത്തുരത്തിലും നടുപ്പറമ്പിലും വരെ. കാലാന്തരങ്ങൾക്കിപ്പുറം അവകാശങ്ങൾക്ക് പുതിയ മാനങ്ങൾ കൈവന്നു. ലോകത്തെ ഭരണകൂടങ്ങളെ അവ വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. പാർലമെന്റുകളെ കിടിലം കൊള്ളിച്ച നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. തൊഴിലാളികൾക്കായി ആഭ്യന്തര അവകാശ കമ്മീഷനുകൾ നിലവിൽ വന്നു. അന്തർദേശീയ അതിർത്തികൾ മായ്ച്ചുകൊണ്ട് ലോക തൊഴിൽ സംഘടനകൾ വരെ സ്ഥാപിക്കപ്പെട്ടു. ജോലി ചെയ്തിട്ടും കൂലി കിട്ടാത്ത ഒരു തൊഴിലാളിയെങ്കിലും ജീവിക്കുന്ന ഏത് കാലത്തും തൊഴിലാളി ദിനങ്ങൾ ഓർക്കപ്പെടും, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും.